വീട്ടിലുണ്ട്, ദാമോദരൻ ചേട്ടന്റെ വീട്ടിലുണ്ട്, മുകളിലത്തെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, അയൽപ്പക്കത്തെ വീട്ടിലുണ്ട്. ഒരു ശ്രീലക്ഷ്മി, ഞാൻ ശ്രീലക്ഷ്മി. നെട്ടൂരാനോടാണോടാ കളി എന്ന് 5 തവണ തെറ്റാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു എന്റെ നാട് നെട്ടൂരിൽ നിന്ന്. ഇങ്ങനത്തെ നല്ല അടിപൊളി നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ കണ്ടന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്റെ വീടിന്റെ ബെല്ല് ടിങ് ടോങ് എന്നടിക്കുന്നത്. തുറന്നു നോക്കിയപ്പോ ദേണ്ട നിൽക്കുന്നു നമ്മുടെ സഞ്ജു ചേട്ടനെ സച്ചു ചേച്ചി. ഒരു മിനിറ്റ്, അതോ സച്ചു ചേട്ടനെ സഞ്ജു ചേച്ചിയായിരുന്നു? ആരിലും ഒക്കെ ആയിക്കോട്ടെ, അവർ രണ്ടുപേരും വന്ന് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വല്യമ്മയുടെ മോനാ. പുള്ളിക്കാരൻ അടുത്തായിട്ട് കല്യാണം കഴിഞ്ഞ ചേട്ടനും ചേച്ചി. അപ്പൊ ഈ വിരുന്ന് കാണൽ ചടങ്ങിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതാ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ ലഡ്ഡു പൊട്ടിയത്. ഞാൻ എന്തുകൊണ്ട് ഇവരുടെ കല്യാണം കണ്ടന്റാക്കിക്കൂടാ? അത്യാവശ്യം നല്ലൊരു കല്യാണമായിരുന്നേ അവിടെ നടന്നത്. ഇവരുടെ കല്യാണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ മറ്റേ വല്യമ്മ എല്ലാ അമ്മമാരെയും പോലെ ചേട്ടനൊരു പ്രായമായപ്പോഴേ ഉള്ള മാട്രിമോണി സൈറ്റുകളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടു. സുന്ദരൻ സുമുഖൻ നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും കാലം നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടും തിരിഞ്ഞു നോക്കാത്തൊരു matrimony.com ഉണ്ടായിരുന്നു, bmmatrimony.com. ആർക്കെങ്കിലും അറിയാമോ bmmatrimony.com എന്താണെന്ന്? ബന്ധുമിത്രാദികൾ matrimony.com. ഇത്രേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യൂ, എല്ലാം ചടപടേ നടത്തൂ. ഇതിന്റെ ഈ മാട്രിമോണി സൈറ്റിന്റെ മോഡസ് ഓപ്പറൻഡി വളരെ സിമ്പിൾ ആണ്. വേറൊരുത്തൻ കുഴി ചാടുന്ന കണ്ടിട്ട് തന്നെ ചെന്ന് കുഴി ചാടൂ, അതല്ല. വേറൊരുത്തന്റെ കല്യാണത്തിന് പോകൂ, സ്വന്തമായി കല്യാണം കഴിക്കൂ. അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ എൻ്റെ വല്യമ്മ എൻ്റെ ചേട്ടനെയും കൊണ്ട് 2 കല്യാണത്തിന് തികച്ചു പോകേണ്ടി വന്നില്ല. പേര്, നാള്, ജാതകം എന്തിനു പറയുന്നു. കല്യാണം ആലോചിച്ചേട്ടെന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഇമോജി വരെ 2 പേരും ഒന്നിച്ച് അത്രയും മാച്ച് ആയ ഒരു ചെക്കനെ പെണ്ണും കണ്ടുപിടിച്ച് ഇവരും കല്യാണം കഴിച്ചു. അപ്പോൾ BM മാട്രിമോണി വഴി ഒരു സക്സസ്ഫുൾ കല്യാണവും കൂടി നടത്തിയ സന്തോഷത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിനുണ്ടല്ലോ ഒരു നമ്മുടെ വല്യച്ഛൻ, അതായത് ചേട്ടൻ്റെ അച്ഛൻ ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു, ഗോപാലൻ ചേട്ടൻ. പുള്ളിക്കാരനെ കുടുംബത്തോടെ വിളിച്ചെങ്കിലും പുള്ളിക്കാരനും ഭാര്യയും മാത്രമേ വന്നുള്ളൂ. അമ്മയോ അച്ഛനെയോ പിള്ളേരെ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മുടെ വല്യച്ഛൻ ചെന്ന് ചേട്ടനോട് ചോദിക്കും, ഗോപാല, സാധനം മാറിപ്പോയി, എന്റെ ഗോപാല, നിന്നോട് കുടുംബത്തെ കൂട്ടിയല്ലേ വരാൻ പറഞ്ഞത്, മക്കളെയും പേരൻസിനെ ഒക്കെ കൊണ്ട്, നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? എന്റെ ചേട്ടാ, നിങ്ങളുടെ മകന്റെ മരുമോളുടെ സേവ് ദ ഡേറ്റ് ഞാനൊന്ന് എൻ്റെ വീട്ടിലെ TV-യിലിട്ടു. അടുത്ത 3 ദിവസത്തേക്ക് എനിക്ക് എൻ്റെ പിള്ളേരുടെ മുഖത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേ തുണി ഡേഞ്ചർ ലെവലിലായിരുന്നു. ഇനി കല്യാണത്തിന് എന്താവും എന്നുള്ള അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് മക്കളെ കൊണ്ട് വരാത്തത് അത്രേ. അതാണെന്നേ ഇക്കാലത്ത് സേവ് ദ ഡേറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇതാ. പണ്ടൊക്കെ ചെളി പിടിച്ച് നല്ല എന്താ പറയാ ചേറായിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ലൊക്കേഷൻസാ സേവ് ദ ഡേറ്റ്, എസ്തെറ്റിക് ലൊക്കേഷൻസ്. അവിടെയൊക്കെ ചെന്നാ ഫോട്ടോഷൂട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ അമ്പലക്കുളത്തൊരു പെണ്ണും ചക്കനും മുങ്ങിപ്പോകാൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ നാട്ടുകാരെ എല്ലാം വിളിച്ചു വരും. നാട്ടുകാരെ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചപ്പോൾ എന്താ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അതിനേലും രസം ക്യാമറാമാൻ 2 മൈൽ അപ്പുറത്ത് ലോങ് ഷോട്ട് എടുക്കുമായിരുന്നു. ആ അമ്മൂമ്മ ഓങ്ങി ഒരെണ്ണം കൊടുക്കാത്തത് വളരെ നല്ലത്. എനിക്ക് തോന്നുന്നു അതവിടെ കൊടുക്കണമായിരുന്നു. ഇച്ചിരി ഇതൊക്കെ പഠിക്കുന്ന നല്ലതാ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? ഈ സേവ് ദ ഡേറ്റ് കാരണം ഒരു തൊഴിൽ തന്നെ മറ്റേ എന്താ പറയുക ഭീഷണിയിലാണെന്ന് പറഞ്ഞാൽ തെങ്ങേറ്റക്കാരുടെ തൊഴിൽ. ഇപ്പൊ സേവ് ദ ഡേറ്റിനൊക്കെ ഒന്നെങ്കിൽ ക്യാമറാമാൻ, ഇല്ലെങ്കിൽ ചെക്കനും പെണ്ണും തെങ്ങിന്റെ മുകളിൽ തന്നെയാ. ഇറങ്ങുമ്പോൾ 2 തേങ്ങയും കൊണ്ടാണ് ഇറങ്ങുന്നത്. പിന്നെ തെങ്ങേറ്റക്കാരന് മുകളിൽ ചെന്ന് എന്ത് പറിക്കാനാ? മറ്റേ വെള്ളക്കോ, അത് താഴെ വീഴുമല്ലോ, പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എൻ്റെ താത്ത സത്യം പറയല്ല, പണ്ടൊക്കെ എന്ത് ഈസി ആയിരുന്നൊരു കല്യാണം. വരച്ചൊരു കല്യാണക്കുറി, ഒരു നിശ്ചയം, കല്യാണം, വേണമെങ്കിൽ റിസപ്ഷൻ, തീർന്നു പരിപാടി. ഇപ്പോഴൊക്കെ എന്തോരം ചടങ്ങാ. ഇതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്കാണ് ഇതിനെല്ലാം പ്രശ്നം. അമ്മ എപ്പോഴും പറയും, എൻ്റെ ദൈവമേ, കാലം കൂടും തോറും ചെലവും ചടങ്ങും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിൽ ഒരെണ്ണം വളർന്നു വരുന്നുണ്ടല്ലോ, ഇതിനൊരെണ്ണത്തെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോഴാണ് ഇത് വല്ല എള്ളോളം തരി കല്യാണവും കൊണ്ട് പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അമ്മ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പോയില്ല. അമ്മ പറയുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ ആരെ പറയണം എന്നുള്ള കാര്യം അത് ഞാൻ തീരുമാനിക്കും. അത് കൈ കടത്തണ്ട അതില്. അങ്ങനെ നിങ്ങൾ ആരും എന്നെ ഓർമ്മിപ്പിക്കാത്ത എന്താ? ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയില്ലേ. അപ്പൊ നമ്മുടെ ചേട്ടന്റെ കല്യാണത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഉണ്ടല്ലോ ഒരു ചേച്ചിയുടെ ഗ്രാൻഡ് എൻട്രി കല്യാണ സ്ഥലത്തോട്ട്. നമ്മുടെ മറ്റേ നമ്മുടെ പെണ്ണുണ്ടല്ലോ ചേച്ചിയുടെ കൂട്ടുകാരി പെണ്ണ് ആതിര ചേച്ചിയെ കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ നാദസ്വരത്തെ കുറിച്ച് അറിയണം. പണ്ടൊക്കെ ഒരു കല്യാണത്തിന് മുമ്പ് എന്ത് രസമായിരുന്നു. അതവിടെ പോയി. അപ്പോൾ ഇത്
രസമായിരുന്നു ഓരോ കല്യാണത്തിന് പോകുമ്പോ കേൾക്കാൻ. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു വൈബ്. ഇപ്പോഴത്തെ കല്യാണത്തിനൊന്നുമില്ല. അപ്പൊ ചെന്നിട്ടേ ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോ അവര് ഒരു നാസറക്കാൻ എടുത്തു നിന്നിട്ട്, ചേച്ചി ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞ ഞാൻ നാസരത്തെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യം ഇവൻ എന്നെ നോക്കി ചേച്ചിന്ന് വിളിച്ചു. എന്റെ അച്ഛന്റെ പ്രായമുണ്ട് ഇവനെ കണ്ട. അത് കൂടാതെ ഉണ്ടല്ലോ, എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് വായിച്ചു തരാത്രേ. ഇഷ്ടമുള്ള പാട്ട് വായിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ? വല്ല സ്പോട്ടിഫൈ 200 രൂപ എടുത്തെടുത്ത് അവർ കേൾപ്പിച്ചു തരില്ലേ എനിക്ക് ഈ സെയിം പാട്ട്? ഇവൻ ഇതേ കാര്യം ചെന്ന് അപ്പുറത്തൊരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇഷ്ടമുള്ള പാട്ട് പറയാം. ആ ചേച്ചി പറഞ്ഞു, ജീവാംശമായി വെക്കാവോ? ഈ മണ്ടറാണെങ്കിൽ ചെന്ന് ജീവാംശമായി വായിക്കുകയും ചെയ്തു. ജീവാംശമായി വായിച്ച് തീരുന്നതിന് മുമ്പ് ഈ ചേച്ചി ആ ചേട്ടന്റെ ജീവിതത്തിന്റെ അംശമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒരു കല്യാണം അവിടെ കൂടെ നടന്നു. അപ്പോ ഈ ചേച്ചി ആ ചേട്ടന്റെ ജീവിതത്തിന്റെ അംശമായെങ്കിൽ ആ ചേച്ചി ഈ കല്യാണത്തിന് വേണ്ടി ഇവിടെ ഒരു സർവനാശം വിതയ്ക്കാൻ വേണ്ടിയാണ്. എന്താണെന്നറിയോ, ഈ ചേച്ചി ഹിന്ദി സീരിയൽ സിനിമയുടെ ഒക്കെ പ്രാന്തിയ. അപ്പം അതിനകത്ത് എവിടെയോ കണ്ടു, ഈ മൈലാഞ്ചിയുടെ കടുപ്പം കൂടുന്തോറും ഭാര്യയുടെയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കൂടും അത്രേ. അപ്പൊ ഇതേ കാര്യം വന്ന് ഈ പുള്ളിക്കാരി നമ്മുടെ കല്യാണപ്പെണ്ണിനോട് പറഞ്ഞു കൊടുത്തു. അപ്പം മറ്റേ കല്യാണത്തിന് വരുന്ന ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചേച്ചി ഈ കാര്യം ആതിര ചേച്ചി നോക്കിയപ്പം കല്യാണപ്പെണ്ണിന്റെ കയ്യിലെ മൈലാഞ്ചിക്ക് കട്ടി കുറവാ. തൊട്ടപ്പുറത്തെ വീട്ടിലെ റിയ ചേച്ചിയുടെ കയ്യിലെ മൈലാഞ്ചിക്കാണെങ്കിൽ എന്താ കട്ടി, നല്ല പെർമനന്റ് മാർക്കർ വെച്ച് വരച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പൊ തൊട്ട് ചേച്ചിയുടെ ജീവിത ലക്ഷ്യമാക്കി എടുത്തൊക്കെ. ഇതാണ് ഞാൻ ഈ സർവനാശം എന്ന് പറയുന്ന ഒരു കാരണമേ. ഇവരെ രണ്ടുപേരെയും തമ്മിൽ പിരിച്ചിട്ട് ചേട്ടനെ റിയ ചേച്ചിയെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാം. പോയിന്റ് പ്രൂവ് ചെയ്യണല്ലോ നമ്മുടെ കട്ടി ദൃഢത എല്ലാം. ഇതുകൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ മൈലാഞ്ചിയുടെ കാര്യം ഞങ്ങളുടെ മറ്റേ ഈ വല്യമ്മക്കൊരു അനിയത്തിയുണ്ട്. അനിയത്തി കേട്ടു പുള്ളിക്കാരി നല്ല കട്ടിക്ക് മൈലാഞ്ചി ഇടുകയും ചെയ്തു, സദ്യക്ക് അടിച്ച് കയറ്റും. നല്ല ഭയങ്കര വയറിളക്കോ. വല്യമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം ദൃഢമായോ ഇല്ലയോ ഒന്നും ആരും അറിഞ്ഞില്ല. പക്ഷെ വല്യമ്മയുടെ അനിയത്തിയുടെ വയറും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം അത്യാവശ്യം ലൂസായി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ ഒരു സത്യമായിരുന്നു. അങ്ങനെ കല്യാണത്തിന്റെ സദ്യ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയുണ്ടല്ലോ, ഈ പുള്ളിക്കാർ വേറെ ഒരു പ്രശ്നവും കൂടി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ആ കല്യാണത്തിനൊരു ചർച്ചാ വിഷയം, വലിയൊരു ചർച്ചാ വിഷയം ഉണ്ട്. എന്താണെന്നറിയോ, ഈ പെണ്ണിന്റെ അപ്പൂപ്പൻ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം നല്ല ഗുണ്ടുമായിട്ടിരുന്ന പുള്ളിക്കാരൻ മറ്റേ കല്യാണത്തിനൊന്നും നല്ല മെലിഞ്ഞ്. എല്ലാവർക്കും അറിയണം ഈ പുള്ളിക്കാരൻ്റെ ഡയറ്റ് പ്ലാൻ എന്താ, എക്സസൈസ് എന്താ എല്ലാം. പിന്നെ എല്ലാം സത്യം അറിയുന്നത്, ഈ കല്യാണപ്പെണ്ണിന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ വേണ്ടി 3 മാസം മുമ്പേ സർപ്രൈസ് ഡാൻസ് കളിക്കാൻ വേണ്ടി 3 മാസം തൊട്ട് ഈ അപ്പൂപ്പനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക ഡാൻസ്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കുന്നു പറ. ഇതേ കാര്യം അച്ഛനോടും ചെന്ന് ചോദിച്ചായിരുന്നു. അച്ഛനും കൂടെ ഡാൻസ് കളിച്ചുകൂടായിരുന്നു. അപ്പൊ അച്ഛന്റെ വക ഡയലോഗ്, അത് ഇച്ചിരി സാഡാണ് കേട്ടോ. നിന്റെ കല്യാണം നടത്താൻ വേണ്ടി കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇനി നിന്റെ കല്യാണ പന്തലിലും കൂടെ ഡാൻസ് കളിക്കാത്തതിന്റെ കുറവേ ഉള്ളത്രേ. ചേച്ചി ഈ ആഗ്രഹമൊക്കെ പോയെങ്കിലും പിന്നെ ചേച്ചിക്ക് വേറൊരു ഇതിൽ കുറെ കണ്ടന്റ് വേറെ ഉണ്ട്. ഞാൻ പിന്നെ വേറൊരു കണ്ടന്റ് ആയിട്ട് വന്ന് പറയാം. അപ്പൊ ഈ ചേച്ചിക്കുണ്ടല്ലോ, ഈ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തണം. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഡെസ്റ്റിനേഷൻ വെഡിങ്. പുറത്തെവിടെയെങ്കിലും വെച്ച് വല്ല രാജ്യമോ സ്ഥലമോ വല്ല ഐലൻഡിലൊക്കെ കൊണ്ട് നടത്തണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ ആഗ്രഹം ഈ ചേച്ചി എന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞു, ചേച്ചിയുടെ അച്ഛനോട്, അച്ഛാ എനിക്കൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തണം, നല്ല പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉള്ള എവിടെയെങ്കിലും. അപ്പൊ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ അച്ഛൻ ഉടനെ വിളിച്ച ഹോളൊക്കെ ബുക്ക് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ അപ്പുറത്തെ പിങ്കി ഡെക്കറേഷൻസിൽ വിളിച്ചിട്ട്, എടാ നമ്മുടെ പറമ്പിൽ ഒരു പന്തലിടണം, കൊച്ചിന്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ? അപ്പൊ പുള്ളിക്കാരൻ്റെ ഡയലോഗ്, അത് പിന്നെ അങ്ങനെയാ, കൊച്ചുങ്ങൾ എന്നായെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് പറ്റുവാണെങ്കിൽ നമ്മളൊക്കെ ഒന്നങ്ങ് സാധിച്ചു കൊടുത്തേക്കണം, അങ്ങനത്തെ ഒരു ഡാഡിയാ ഞാൻ. അപ്പം നമ്മുടെ ചേച്ചി പറയാ, ഇതല്ല അച്ഛൻ ഞാൻ ഉദ്ദേശിച്ച്, ഒരു വയനാട് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ പോയി കല്യാണം കഴിക്കാം. അപ്പൊ അപ്പുറത്ത് നിന്ന് മുറിയിലെ അമ്മ മറ്റേ സ്വർണവും സാരിയും പബ്ലിക് റിലേഷൻസും മാത്രമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അവകാശരീതി. അതാവുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, മറ്റേ താലം പിടിക്കാൻ വേണ്ടി പിള്ളേരെ തപ്പേണ്ട ആവശ്യമില്ല, കരടിയും പുലിയും ആനയും സിംഹവും ഒക്കെ വന്ന് നിനക്ക് താലം പിടിച്ചു തന്നോളും. അപ്പൊ പിന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ആവശ്യമില്ല, നേരിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അങ്ങോട്ട് എത്താം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഈ ചേട്ടന് ചേച്ചിയോട് സ്നേഹമാണ് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു റിസപ്ഷൻ, ഒരു ചേച്ചിക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ്. അപ്പൊ ഒരു മാൽദീവ്സ് തീമിൽ അങ്ങ് വെച്ചു, നല്ല ദ്വീപിന്റെ തീമിലൊരു വെച്ചു. അപ്പം പെട്ടെന്ന് കുറച്ച് മധ്യവയസ്കരായ ആണുങ്ങൾ കയറി വരുന്ന കണ്ടു. അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മധ്യവയസ്കർക്ക് പ്രവേശനം ഇല്ലെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നം വന്ന എവിടെയാന്ന് വെച്ചാൽ, ഇവർ കുറെ നേരം കഴിഞ്ഞ് ഫുഡിലോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. കാരണം ക്ഷണിക്കാതെ വന്ന കല്യാണത്തിലൊക്കെ ഫുഡിനെക്കാട്ടി വേറെ ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിച്ച കല്യാണത്തിൽ പോലും ഞാൻ സദ്യ അല്ലാതെ വേറെ ഒന്നും നോക്കാറില്ല, പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് എന്താ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെന്ന് ചോദിച്ചു, അല്ലെ ആരോ ചെന്ന് ചോദിച്ചു അവരോട്, നിങ്ങൾ എന്താ ഇവിടെ എന്താ ഫുഡ് എന്താ കഴിക്കാൻ പോകാത്ത? അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ മത്സ്യബന്ധന വകുപ്പിന്റെ മീറ്റിംഗ് അല്ലേ നടക്കുന്നതെന്ന്. ആർക്കും മനസ്സിലായില്ല.
ആർക്കും മനസ്സിലായില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായി. മത്സ്യബന്ധന വകുപ്പിന്റെ മീറ്റിംഗ് അപ്പുറത്ത് നടപ്പുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ റിസപ്ഷൻ മാൽഡീവ്സ് തീമിലായതുകൊണ്ട് റിസപ്ഷൻ ഹാളിന്റെ പുറത്ത് ചേട്ടനും ചേച്ചിയും ഇതിങ്ങനെ ഓരോ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. തെറ്റിദ്ധരിക്കാതിരിക്കുവോ ആരെങ്കിലും? ഈ കണ്ടന്റുണ്ടല്ലോ, കണ്ടന്റ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് വേണമല്ലോ. ക്ലൈമാക്സിന് വേണ്ടി ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കാൻ പോയി ചേട്ടനോട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നത്. കല്യാണ മണ്ഡപത്തിലോട്ട് കയറാൻ നിന്ന ചേട്ടനോട് അച്ഛൻ വെറുതെ വിളിച്ചു, എടാ വന്നേ, അതെ അവിടെ ചെല്ലുമ്പോൾ പൂജാരി കുറച്ച് മന്ത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അതൊക്കെ നീ കറക്റ്റായിട്ട് പറഞ്ഞാലേക്ക് വലിയ പണി കിട്ടും. അതെന്നാ ചിറ്റപ്പ അങ്ങനെ? എടാ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും, നീ കൂടുതലൊന്നും ചിന്തിക്കണം, നീ പറഞ്ഞാൽ മതി അതൊക്കെ. അതെന്നാ ചിറ്റപ്പ? നിനക്കറിയണോ പണി എന്താന്ന്? എൻ്റെ കല്യാണത്തിന് ഇതേപോലെ കുറേയൊക്കെ പറഞ്ഞു തന്നിരുന്നു. എനിക്കത് കേൾക്കാൻ പറ്റിയാൽ ഞാനത് ചൊല്ലിയില്ല. ഇതോ ആ കല്യാണ പെണ്ണിൻ്റെ പുറകെ നിൽക്കുന്ന ഒരെണ്ണത്തെ കണ്ടോ, നിന്റെ ചിറ്റമ്മയായിട്ട് വരും അത്. അന്ന് ഞാൻ ആ പറയാത്തതിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അതിൻ്റെ അപ്പുറത്തുള്ള ഫോട്ടോ കോപ്പിയും. ആ ഫോട്ടോ കോപ്പിയാണ് ഞാൻ. അവസാനം ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കല്യാണാലോചനകൾ ക്ഷണിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാർക്ക് കല്യാണം വേണമെന്നല്ല പറഞ്ഞത്. പക്ഷേ എനിക്കെന്നൊക്കെ ഉണ്ടല്ലോ, സ്ത്രീധനം കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. സ്ത്രീധനം കൊടുക്കാത്ത അല്ലെങ്കിൽ വാങ്ങാത്ത ആരെങ്കിലും വേണം കേട്ടോ. എന്താ സ്ത്രീയുടെ കഴുത്തേ ധനം വേണമെന്നോ? അയ്യോ അതല്ല, സ്ത്രീധനം. സ്ത്രീധനമായിട്ട് കാണുന്ന ആരെങ്കിലും കല്യാണം കഴിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കാനുള്ള അഡ്രസ്സ് ഷോവിൻ്റെ അവസാനം ഡയാന ചേച്ചി പറഞ്ഞു തരും. ശ്രീലക്ഷ്മി അഡ്രസ് ഇപ്പൊ പറയണോ അതോ കുറച്ച് 2-3 വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? സമയം പോലെ നോക്കി എടുക്കാമല്ലോ. എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മിയുടെ മോഡുലേഷൻ, ലാംഗ്വേജ്, സ്ഫുടത, ക്ലാരിറ്റി, ഓൾ ടുഗെദർ പെർഫോമൻസ് എല്ലാം ഗംഭീരമായി അല്ലെ, അടിപൊളിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ മോളെ. സൂപ്പർ സൂപ്പർ. അവരോട് ചോദിക്കാം ചേട്ടാ. ശ്രീലക്ഷ്മി വളരെ നന്നായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രകടനം. നമ്മുടെ ഇവിടെ വരുന്നതിൽ വളരെ ചെറിയ കുട്ടികളുണ്ട്, നല്ല ഒരു 70 വയസ്സ് അബവ് ആയിട്ടുള്ള ആളുകളുണ്ട്, മധ്യവയസ്കരുണ്ട്, പലതരത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതിൽ ഒരു ശ്രീലക്ഷ്മി ഉൾപ്പെടുന്ന വളരെ കുറച്ച് പേരാണ് വിദ്യാർത്ഥികളായിരിക്കെ വരുന്നത്. മറ്റു പലരും ജോലിക്കാരും വീട്ടമ്മമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. വിദ്യാർത്ഥികളായിട്ട് വരുന്നതിൽ ചെറിയ കുട്ടികൾ വന്ന് അവതരിപ്പിക്കുന്നവർ കാണാപ്പാടം പഠിച്ച് അവതരിപ്പിക്കുകയാണെങ്കിലും അത് കാണാപ്പാടം പറഞ്ഞ് പറയുന്നതിൻ്റെതായ ഒരു ശൈലിയിലാണ് പറയുന്നത്. പക്ഷെ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കെ വരുന്നതുകൊണ്ടായിരിക്കും ശ്രീലക്ഷ്മി ഇത് കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു A to Z കാര്യങ്ങൾ, കുത്തുകോമ എവിടെ എന്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച ശേഷം അതങ്ങനെ കാണാപ്പാടം പഠിച്ചതാണെന്ന് തോന്നാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറയുമല്ലോ, വളരെ ജെന്യുവിനായിട്ട് അതിൽ സ്വാഭാവികമായ എല്ലാ നീട്ടലും കുറുക്കലും എല്ലാം വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നല്ല കണ്ടന്റ് ഭംഗിയായിട്ട് ശ്രീലക്ഷ്മി ഇത്തവണ അവതരിപ്പിച്ചു. ശ്രീലക്ഷ്മി, യു ആർ എക്സ്ട്രീംലി ടാലന്റഡ് ശ്രീലക്ഷ്മി. അത് പറഞ്ഞപ്പോഴാണ് മിമിക്രിയുടെ കാര്യം നമുക്ക് ചോദിക്കണം. ഇടയ്ക്ക് അല്ലേ ഒക്കെ വരണ്ടായിരുന്നു. മിമിക്രി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ തൽക്കാലം ഇതിനു വേണ്ടിയിട്ട് ഇട്ടതാ. കൊള്ളാം. ശ്രീലക്ഷ്മി ഇതൊക്കെ വളരെ മുൻധാരണയോടുകൂടി വന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചെയ്യുന്നത് നന്നാക്കണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് ചെയ്യണ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും ശ്രീലക്ഷ്മിയുടെ പെർഫോമൻസിലുണ്ട്. ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ഈ ഓട്ടക്കാരുണ്ടല്ലോ, ഓട്ടക്കാരെപ്പോഴും പറയും സ്റ്റാർട്ടിങ് കറക്റ്റായി കഴിഞ്ഞാൽ ഫിനിഷിങ് സൂപ്പറാവെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് ഇപ്പം നല്ല രസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 100-150 എപ്പിസോഡെങ്കിലും പോകാനുള്ള ഒരു കാലിബറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ശ്രീലക്ഷ്മി നന്നായിട്ട് കഴിഞ്ഞ എപ്പിസോഡിനേക്കാൾ വളരെ മനോഹരമായി. ഇപ്പം എൻ്റെ ഇടയ്ക്കുള്ള കുറേ കൗണ്ടറുകളുണ്ടല്ലോ പറഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു മേമ്പൊടി പോലെ ഈ കറിയൊക്കെ താളിക്കുന്ന സമയത്ത് ഇങ്ങനെ കടുകൊക്കെയാണ് ഇടുന്ന കാര്യത്തിൽ ഒരു സാധനം കിട്ടില്ലേ, നന്നായിരുന്നു. ശ്രീലക്ഷ്മി, നിത്യ രണ്ടുപേരുടെയും പെർഫോമൻസുകൾ കലക്കനായിരുന്നു. ഇനി ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. ഒപ്പം അവരുടെ മാർക്സ്. രചന. നിത്യയ്ക്ക് എന്റെ വക 50-ൽ 45 മാർക്ക്. നിത്യയ്ക്ക് 50-ൽ 46 മാർക്ക്. 46, that makes 91 out of 100. അടിപൊളി. ഒപ്പം ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്ന കൺഗ്രാറ്റുലേഷൻസ്. ഇനി ശ്രീലക്ഷ്മിയുടേത്. ശ്രീലക്ഷ്മി, യു ഹാവ് ഗോട്ട് 46. 46 out of 50.
47 out of 50. 47 out of 50. That makes 93 out of 100. Congratulations. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ശ്രീലക്ഷ്മി. ഒപ്പം ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. Congratulations. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. അങ്ങനെ Once Upon a Time സീസൺ 4-ന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye.